ഉൽപ്പത്തി 5-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിന്റെ ജനനത്തിന് ശേഷം ആദം 800 വർഷം ജീവിച്ചു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമാണ്. അതിനുശേഷം അവൻ മരിച്ചു. സേത്തിന് 105 വയസ്സായപ്പോൾ ഏനോഷ് എന്നൊരു പുത്രനുണ്ടായി. ഓർമ്മിക്കുക, കായേനും ആബേലിനും ശേഷം ആദം ഹവ്വ മാതാപിതാക്കൾക്ക് ജനിച്ച പുത്രനാണ് സേത്ത്. ആബേലിലൂടെ നഷ്ടമായ ആനന്ദവും പ്രത്യാശയും വീണ്ടെടുക്കുവാൻ വിങ്ങുന്ന ഹൃദയവുമായി ആ മാതാപിതാക്കൾ 130 വർഷം കാത്തിരുന്നു. കായേൻ കൊന്ന ആ ആബേലിനു പകരം ഞങ്ങൾക്ക് ദൈവം തന്നതാണ് അവനെ എന്ന് പറഞ്ഞ് അവർ പകരം നിയോഗിക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള സേത്ത് എന്ന പേര് അവന് നൽകി. ആബേലിന്റെ കർമ്മം പൂർത്തിയാക്കുവാൻ നിയോഗിക്കപ്പെട്ടവനായ സേത്ത് അറ്റുപോയ നന്മകളുടെ പുനഃസൃഷ്ടിയായി തുടർന്നുകൊണ്ടിരുന്നു. ദൈവഛായ ഭൂമിയിൽ നിലനിർത്തുവാനുള്ള നിയോഗമാണ് സേത്തിന്റേത്. നന്മയുടെ ശ്രേഷ്ഠമായ അർപ്പണ ജീവിതമാണ് നൽകേണ്ടിയിരുന്നതും. കായേന്റെ ക്രൂരത തച്ചുടച്ച് തലമുറയ്ക്കുമേൽ ദൈവിക നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ തലമുറയ്ക്ക് രൂപം നൽകാൻ സേത്തിന് കഴിഞ്ഞു. സഹോദര രക്തത്തിന്റെ കറപുരണ്ട തലമുറ ഭരിക്കേണ്ടതല്ല ഈ ഭൂമി. പകരം ദൈവാശ്രയത്വത്തിന്റെയും ദൈവഭയത്തിന്റെയും തണലിൽ നിലനിൽക്കേണ്ടതാണ്. ദൈവത്തെ അറിഞ്ഞവനും സ്നേഹിച്ചവനുമായിരുന്നു സേത്ത്. അവന്റെ മകൻ ഏനോഷിന്റെ കാലത്താണ് മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചത്. ദൈവത്തെ കണ്ടെത്തുകയും വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തോട് വസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സേത്തിന്റെ സന്തതികൾ ഇന്നും ലോകത്തിന് ആവശ്യമാണ്. അസ്തമിച്ച സ്നേഹവും അടരാടുന്ന ഹൃദയവുമായി ഭൂമിയെയും മാനവ ജീവനെയും യുദ്ധക്കളമാക്കുന്ന കായേന്റെ സന്തതികൾ ഇന്നും വർദ്ധിച്ച ശക്തിയായി മാറുമ്പോൾ സത്യം, നീതി, വിവേകം, ധൈര്യം ഇവയിൽ ഉൾക്കരുത്തുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തണം. അതിന് ജാഗ്രതയോടെ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണം. അങ്ങനെ ദൈവാശ്രയ ബോധമുള്ളവരായി ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിതാന്ത ജാഗ്രത പുലർത്തിടേണം. നാഥൻ വഴികളിൽ പോയിടുവാൻ നിതാന്ത ജാഗ്രത പുലർത്തിടേണം. നാഥൻ വഴികളിൽ പോയിടുവാൻ എത്തിടേണം. സ്വർഗ വാതിൽ തുറന്ന് സ്വർഗപിതാവിൻ സന്നിധിയിൽ എത്തിടേണം. സ്വർഗവാതിൽ തുറന്ന് സ്വർഗപിതാവിൻ സന്നിധിയിൽ നിതാന്ത ജാഗ്രത പുലർത്തിടേണം. നാഥൻ വഴികളിൽ പോയിടുവാൻ നിതാന്ത ജാഗ്രത പുലർത്തിടേണം. നാഥൻ വഴികളിൽ പോയിടുവാൻ
അന്ധകാരപാതകളിൽ നടന്ന എന്നെ അത്ഭുത പ്രകാശത്തിൽ നടത്തിടുവാൻ. അന്ധകാരപാതകളിൽ നടന്ന എന്നെ അത്ഭുത പ്രകാശത്തിൽ നടത്തിടുവാൻ. കഷ്ടമനുഭവിച്ച് കാൽ ചുവടുകളെ ഭൂവിലെനീക്കായി മാതൃകയായി. കഷ്ടമനുഭവിച്ചു കാൽ ചുവടുകളെ ഭൂവിലെനീക്കായി മാതൃകയായി. നിതാന്ത ജാഗ്രത പുലർത്തിടേണം, നാഥൻ വഴികളിൽ പോയിടുവാൻ. നിതാന്ത ജാഗ്രത പുലർത്തിടേണം, നാഥൻ വഴികളിൽ പോയിടുവാൻ. പാപം ചെയ്യാതെ പാപത്തെ ചുമന്ന് ശകാരമേറ്റിട്ടും ശകാരിക്കാതെ. പാപം ചെയ്യാതെ പാപത്തെ ചുമന്ന് ശകാരമേറ്റിട്ടും ശകാരിക്കാതെ. കഷ്ടമനുഭവിച്ച് ഭീഷണം ചൊല്ലാതെ ക്രൂശിലെനീക്കായി യാഗമായി. കഷ്ടമനുഭവിച്ച് ഭീഷണം ചൊല്ലാതെ ക്രൂശിലെനീക്കായി യാഗമായി. നിതാന്ത ജാഗ്രത പുലർത്തിടേണം, നാഥൻ വഴികളിൽ പോയിടുവാൻ. നിതാന്ത ജാഗ്രത പുലർത്തിടേണം, നാഥൻ വഴികളിൽ പോയിടുവാൻ. എത്തിടേണം സ്വർഗ വാതിൽ തുറന്ന് സ്വർഗപിതാവിൻ സന്നിധിയിൽ. എത്തിടേണം സ്വർഗവാതിൽ തുറന്ന് സ്വർഗപിതാവിൻ സന്നിധിയിൽ. നിതാന്ത ജാഗ്രത പുലർത്തിടേണം, നാഥൻ വഴികളിൽ പോയിടുവാൻ. നിതാന്ത ജാഗ്രത പുലർത്തിടേണം, നാഥൻ വഴികളിൽ പോയിടുവാൻ.